എതിരായി പ്രതികരിക്കാനുള്ള അല്ലെങ്കിൽ സംസാരിക്കാനുള്ള ധാർമ്മികത UDF ഇല്ല. കാരണം വിരുദ്ധ വികാരത്തിൻ്റെ ഒരംശം പോലും ഇത്തവണ തെരഞ്ഞെടുപ്പ് ഫലം UDF കൊടുത്തിട്ടുണ്ട്. ജനങ്ങൾ അത് മുഴുവൻ BJPക്കാണ് നൽകിയിരിക്കുന്നത്. ഇനിയാണ് യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയം കേരളത്തിൽ വരാൻ പോകുന്നത്. അടുത്ത 2 വർഷം പിണറായി വിജയൻ സർക്കാരിൻ്റെ അഴിമതി, സഹകരണ കൊള്ള, കുടുംബവാഴ്ച, വർഗീയ പ്രീണനം ഇതിനെല്ലാം എതിരായിട്ടുള്ള പ്രചണ്ഡമായിട്ടുള്ള പ്രചാരണങ്ങളുമായി ജനങ്ങളിലേക്ക് ഇറങ്ങാനാണ് BJP തീരുമാനിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ തുടർ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ്. അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുമുള്ള തയ്യാറെടുപ്പുകൾക്കായി ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന നേതൃയോഗം അടുത്ത ആഴ്ച ഞങ്ങൾ കേരളത്തിൽ കൂടുകയാണ്. വിശദമായിട്ടുള്ള പ്ലാൻ തയ്യാറാക്കി ഞങ്ങൾ ജനങ്ങളെ വീണ്ടും സമീപിക്കാൻ ഉദ്ദേശിക്കുക. കേരളത്തിലുണ്ടായ വളർച്ച നിങ്ങൾക്ക് എങ്ങനെ ഇത്ര വളർച്ച ഉണ്ടായെന്ന് പഠിക്കണമെന്നാണ് CPM-ന്റെ PV നിർദ്ദേശിക്കുന്നത്. അത് എന്തുകൊണ്ടാണ് CPM വോട്ടുകൾ നിങ്ങൾ ചോർത്തിയെടുക്കുന്നത്? CPM പഠിക്കാൻ പോവുകയാണ്. അല്ല, CPM ഇങ്ങനെ പല പഠനങ്ങളും നേരത്തെ നടത്തിയിട്ടുണ്ട്. CPM പഠിക്കുക എന്ന് പറഞ്ഞാൽ ഒരാൾ പഠിക്കില്ല. ആ പാർട്ടിയിലെ ബാക്കി എല്ലാവരും പഠിച്ചാലും പിണറായി വിജയൻ പഠിക്കില്ല. അതല്ലേ സത്യം. പാർട്ടി 4 ദിവസം സാമ്പാറും വടയും ഒക്കെ വെച്ച് പാലക്കാട് ഒരു പ്ലീനം കൂടി 4 ദിവസം, ഒരു ദിവസമല്ല. എന്നിട്ട് പഠിച്ചു. പാർട്ടിയിലെ നേതാക്കന്മാരും അവരുടെ ബന്ധുക്കളും ഒക്കെ സ്വീകരിക്കേണ്ട പെരുമാറ്റം എങ്ങനെയായിരിക്കണം, ചട്ടം അതൊക്കെ ഉണ്ടാക്കി. പ്ലീനം എല്ലാവർക്കും ബാധകമായി. പിണറായി വിജയനും കുടുംബത്തിനും ബാധകമായില്ല. പിണറായി വിജയന്റെ ഏകാധിപത്യം അവസാനിക്കാതെ, അദ്ദേഹത്തിന്റെ കുടുംബവാഴ്ച അവസാനിക്കാതെ, അദ്ദേഹത്തിന്റെ അധികാര കൊതിയും പണക്കൊതിയും അവസാനിക്കാതെ CPM ഒരു കാലത്തും കേരളത്തിൽ രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇത് തകർച്ചയുടെ ഈ ഒരു സർക്കാർ 2 വർഷം കഴിയുമ്പോൾ ബംഗാളിനേക്കാളും ത്രിപുരയിനേക്കാളും വലിയ തകർച്ച അവർക്കുണ്ടാവും. പറഞ്ഞു എന്നല്ല, അല്ലെ നിങ്ങൾ ഇപ്പോഴും അത് അംഗീകരിക്കാൻ സമ്മതിക്കുന്നില്ല. പറഞ്ഞു നിങ്ങൾ ആദ്യം പറഞ്ഞു കേന്ദ്രത്തിൽ നിന്ന് കേരള BJPക്ക് ഒന്നും തന്നെ ഒരു തരത്തിലും ഒരു സ്വാധീനവും ഇല്ലാത്തൊരു പാർട്ടിയാണ് ഞങ്ങൾ. പലതരത്തിലും നിങ്ങൾ പറഞ്ഞു. നിങ്ങളുടെ വാർത്തകൾ കേട്ടിട്ട് വിശ്വസിച്ച് അതിന് മറുപടി പറയാനാണെങ്കിൽ നിങ്ങൾ ആദ്യം പറഞ്ഞത് എന്താ? സുരേഷ് ഗോപി തൃശ്ശൂരിൽ മത്സരിക്കില്ല. സുരേഷ് ഗോപിയെ ഒഴിവാക്കാൻ അദ്ദേഹത്തിന് സത്യജിത് റായ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചെയർമാനാക്കി കേരളത്തിലെ BJP നേതൃത്വം. തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ മാത്രമല്ല ചില ആക്രി ഇതുണ്ടല്ലോ നിരീക്ഷകന്മാരും, അവർ വന്നിരുന്ന് പറയുകയാണ് സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ, തൃശ്ശൂരിൽ തോൽപ്പിക്കാൻ BJPയുടെ സംസ്ഥാന ഘടകം പരിശ്രമിക്കുന്നു. വൈകുന്നേരം നിങ്ങളെയൊക്കെ ചാനലിൽ വൈകുന്നേരം വന്നിരിക്കുന്നുണ്ടല്ലോ കള്ളപ്പണിക്കർമാർ, കുറേ ആൾക്കാർ, അവർ വന്നിട്ട് പറയുകയാണ്, എന്താ പറയുന്നത്, സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ സംസ്ഥാന ഘടകം ശ്രമിക്കുന്നു. ഇതുപോലത്തെ വഞ്ചനാപരമായ ഒരു നിലപാട്, അത് കഴിഞ്ഞ് എന്തെല്ലാം കഥകൾ നിങ്ങൾ എഴുതി, എന്തെല്ലാം പരിശ്രമങ്ങൾ നിങ്ങൾ നടത്തി, എന്തെല്ലാം വ്യാജ വാർത്തകൾ നിങ്ങൾ കൊടുത്തു. ഇതൊന്നും കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തോറ്റപ്പം നിങ്ങൾ വേട്ടയാടി, ജയിച്ചപ്പോഴും വേട്ടയാടുക. പിന്നെ എന്താണ് വേണ്ടത്? പക്ഷെ ഇന്നലെ പ്രൈം മിനിസ്റ്റർ വിളിച്ച ചായ സൽക്കാരത്തിൽ അവിടെ നിന്ന് കേന്ദ്ര സഹമന്ത്രി എത്തിയിരുന്നില്ല. അതുവരെ അദ്ദേഹത്തിന് ഇൻഫർമേഷൻ ആയിരുന്നു. അപ്പൊ എവിടെയാണ് ഇതെല്ലാം? ഞാൻ പറഞ്ഞല്ലോ, ഊഹോപോഹങ്ങൾക്ക് മറുപടി പറയാൻ ഞാനില്ല. അതിനുള്ള കാരണമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അല്ല, ഊഹോപോഹം. നിങ്ങൾ ഇന്ന് സംസ്ഥാന പ്രസിഡന്റ് ചുമതല ഒഴിയും. ഞാൻ അതിനുവേണ്ടി നിൽക്കുക. 5 മണിക്ക് മുമ്പ് ചുമതല നിങ്ങളെ ഏൽപ്പിക്കാൻ. ഇതുപോലത്തെ വ്യാജ വാർത്തകളല്ലേ നിങ്ങൾ ഓരോ ദിവസവും പടച്ചുവിടുന്നത്? ഈ വ്യാജ വാർത്തകൾ വെച്ചിട്ട് അതിന് ഞാൻ മറുപടി പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും കാര്യം ഇതുവരെ പിടികിട്ടിയിട്ടില്ല. BJP കേന്ദ്ര നേതൃത്വവും പ്രധാനമന്ത്രിയും എല്ലാം എന്തെല്ലാം കാര്യങ്ങളാണ് കേരളത്തിന് വേണ്ടി ചെയ്യുന്നത്, എന്തെല്ലാം പരിശ്രമങ്ങളാണ് നടത്തുന്നത്, എന്തുദ്ദേശത്തിലാണ് മന്ത്രിമാരെ നിയമിക്കുന്നത്, എങ്ങനെയാണ് പാർട്ടി മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ഇതിനെപ്പറ്റിയൊന്നും ഒരു ധാരണയും നിങ്ങൾക്കില്ല. അല്ലാതെ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു വളരെ ഊഹോപോഹത്തിനൊരു മറുപടി ഞാൻ പറയണമെന്നാണ് പറയുന്നത്. ഇല്ല, ഞാൻ പറഞ്ഞു ഇതുപോലത്തെ കള്ളക്കഥകൾ നിങ്ങൾ ബൽറാം ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. അല്ല, കള്ളക്കഥകൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ സുരേഷ്, ഞാൻ ചോദിച്ച 3 ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറഞ്ഞില്ല. സുരേഷ് ഗോപി തൃശ്ശൂരിൽ മത്സരിക്കില്ല. സുരേഷ് ഗോപിയെ വെട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സത്യജിത് റായ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചെയർമാനാക്കി.
സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ BJP ഔദ്യോഗിക നേതൃത്വം പരിശ്രമിച്ചു. നിങ്ങൾ ഈ പറഞ്ഞ മൂന്നെണ്ണത്തിന് ആദ്യ ഉത്തരം പറയും. അത് കഴിഞ്ഞിട്ട് ഞാൻ നാളെ പറയാം ബാക്കി. അല്ല, ഇത് ഞാൻ പറഞ്ഞല്ല, സുരേഷ് ഗോപിയെ മന്ത്രിയാക്കിയിരിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. അപ്പൊ അതുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും എൻ്റെ അധികാര പരിധിയിൽ വരുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് എന്നെ നിങ്ങൾ എത്ര ചോദിച്ച് ബുദ്ധിമുട്ടിച്ചിട്ടും കാര്യമില്ല. അല്ലല്ല അല്ല, എന്താ പറഞ്ഞ ബിൻരാജെ, നിങ്ങൾക്കൊക്കെ ഈ പണി ഒഴിവാക്കിയിട്ട് വേറെ അല്ലേ എന്ത് മര്യാദയാണ്? അതല്ല ഞാൻ ചോദിക്കുന്നത് പ്രധാനമന്ത്രി അല്ലാതെ അല്ല, നിങ്ങളിപ്പോ അതല്ല എഴുതാൻ പോകുന്നത് ബിൻരാജ. നിങ്ങളെ ചാനല് എന്തെല്ലാം എഴുതി വൈകുന്നേരം കൊണ്ട് ഇരുത്തിയില്ലേ ഓരോ ആൾക്കാരെ 9 മണിക്ക് 8 മണിക്ക് മാസപ്പടി കൊടുത്ത് അവരൊക്കെ കൊണ്ട് നിങ്ങൾ എന്തെല്ലാം പറയിപ്പിച്ചു. എന്നിട്ട് അതേ ചോദ്യം തന്നെ ഇപ്പൊ വീണ്ടും ചോദിക്കുകയാണ്. അതായത് കെ സുരേന്ദ്രനെ അറിയിക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് ഇത്ര 20 വർഷം 15 വർഷമായി ഡൽഹിയിൽ മാധ്യമ പ്രവർത്തനം നടന്നത്. എങ്ങനെയാണ് മന്ത്രിസഭ രൂപീകരിക്കുന്നത്? മന്ത്രിസഭ രൂപീകരിക്കുന്നതിന് മുമ്പ് എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത്? ഇതൊന്നും അറിയാതെ ഇത് ആരെയാണ് നിങ്ങൾ കബളിപ്പിക്കുന്നത്? ബിനുരാജെ, എന്നെ നിങ്ങൾ ഇല്ല, ആ പരിഗണന നിങ്ങൾ ഒരിക്കലും തന്നിട്ടില്ല. അല്ല, നിങ്ങളല്ല, വൈകാരികല്ല. സുരേന്ദ്രൻ, ഞാൻ ജൂൺ 2020 ഫെബ്രുവരി 15 പ്രസിഡന്റ് ആയിട്ട് 2 മാസം കഴിഞ്ഞപ്പോൾ എന്നെ മാറ്റിയവരാണ് നിങ്ങൾ. 12 തവണയായി നിങ്ങൾ മാറ്റുന്നത്. അതുകൊണ്ട് നിങ്ങൾ പറയുന്ന ചോദ്യത്തിനൊന്നും ഒരു മറുപടി പറയാനേ ഇല്ല, ഒരു കാര്യമില്ല. നിങ്ങളുടെ ദുഷ്ടലാക്കാണ്. ഞങ്ങൾക്ക് 2 മന്ത്രിമാരെ കിട്ടി, 20% വോട്ട് കിട്ടി. BJP കേരളത്തിൽ ഒരു രാഷ്ട്രീയ ശക്തിയായിട്ട് അതിന്റെ സാന്നിധ്യം ഉറപ്പിച്ചു. ഇനി അവിടെ എങ്ങനെ ഇടങ്കോലിട്ടിട്ട് നിങ്ങളെ യജമാനന്മാരെ രക്ഷിക്കാന്നാണ് നിങ്ങൾ വിചാരിക്കുന്നെങ്കിൽ അത് നടക്കില്ല. പാർട്ടി പ്രവർത്തകരെ കബളിപ്പിക്കാനും അവരെ ആശയക്കുഴപ്പത്തിലാക്കാനുമുള്ള മാധ്യമ വേലകൾ ഒന്നും തന്നെ കേരളത്തിൽ നടക്കില്ല. ഒരു കാര്യമില്ല. ഞാൻ പറഞ്ഞ ഇതുപോലെ ഞാൻ പറഞ്ഞല്ലോ. ഇല്ല, ചോദ്യത്തില് ഞാൻ പറഞ്ഞ ചോദ്യം, അതായത് സുരേഷ് ഗോപിയുടെ പേരിൽ നിങ്ങൾ ഇതിനു മുമ്പ് നടത്തിയ വ്യാജ പ്രചരണങ്ങളെല്ലാം കള്ളമായിരുന്നു എന്ന് ആദ്യം സമ്മതിച്ചാൽ ഞാൻ മറുപടി പറയാം. നിങ്ങളായിരുന്നു നടത്തിയേ? അല്ല, ആ സമയത്തില്ല ചേട്ടാ, ഞാൻ പറഞ്ഞ അല്ല, നിങ്ങൾ അതാ പറഞ്ഞ ആ സമയത്ത് നിങ്ങൾക്ക് തോന്നിയതുപോലെ നിങ്ങൾ പറഞ്ഞിട്ട് അത് BJPയുടെ അഭിപ്രായമാണ്, സുരേഷ് ഗോപിയുടെ അഭിപ്രായമാണ് നിങ്ങൾ പറയുന്നതാണ്. ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. അത് എന്നും അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. ബിനുരാജെ, അത് അദ്ദേഹം എന്നും പറയുന്നുണ്ട്. അത് ഇന്നലെ മാത്രല്ല. അല്ലല്ല, ഞാൻ ചോദിക്കാം ഒരു കാര്യം. ഞാൻ പറയാ, ഇതൊക്കെ അല്ലല്ല, നിങ്ങള് BJPയെ നന്നാക്കാനോ സുരേഷ് ഗോപിയെ നന്നാക്കാനോ അല്ലല്ലോ റിപ്പോർട്ടർ ഈ ചോദ്യം ചോദിക്കുന്നത്. നന്നാക്കി നിങ്ങൾ നന്നാക്കാനല്ലല്ലോ ഈ ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കുന്നത്. എത്ര തവണ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. അതെല്ലാം അവാസ്തവമായിരുന്നു, സത്യസന്ധമായിരുന്നില്ല, കള്ളപ്രചരണമായിരുന്നു, നിങ്ങൾ പ്ലാൻ ചെയ്തതായിരുന്നു, നിങ്ങൾ ചില നിരീക്ഷകന്മാരെ ഇരുത്തി സ്ഥാപിക്കാൻ ശ്രമിച്ചതായിരുന്നു. നിങ്ങളുടെ ജോലിയാണത്. ഇതെല്ലാം നിങ്ങൾ ചെയ്തതാണ്, ഇപ്പോഴും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അത് ഇവിടെ നടപ്പില്ല എന്ന് മാത്രമേ എനിക്ക് പറയാം. കൂടുതൽ സസ്പെൻസുകൾ കേരളത്തിന് പ്രതീക്ഷിക്കാമോ? സംഘടനാ തലത്തിൽ ഇനിയിപ്പോ നിങ്ങൾ പറഞ്ഞതുപോലെയാണെങ്കിൽ ഇനി പുതിയ പ്രസിഡന്റ് വന്നിട്ട് അഴിച്ചു പണിയട്ടെ ബിനുരാജെ. നിങ്ങളുടെ ആഗ്രഹം പോലെ നടക്കട്ടെ. രാവിലെ മുതൽ ഉള്ള കത്തുകളെല്ലാം എഴുതിയിട്ട് അടിച്ചു വിടുന്നല്ലോ നിങ്ങൾ. 5-6 കൊല്ലമായി ഈ പണി തുടങ്ങിയിട്ട്. നടക്കട്ടെ.